ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പെൻസിൽ പാൻറ്റ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ് അല്ലെങ്കിൽ കുപ്പി പാൻറ്റ് എന്നൊക്കെ പറയുന്ന പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരികയാണ്. ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്ക് സംശയം ഉണ്ടാകില്ല, അത്രയും നന്നായിട്ട് ഞാൻ പരമാവധി ഇതിൽ പറഞ്ഞു തരാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ തുണി ഇതേപോലെ ഒന്ന് മടക്കിയിടുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുണി മടക്കിയിടുക. അപ്പോൾ ഞാൻ പറയുകയാണ്, റെഡി അളവാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരുപാട് തുണി നമുക്ക് ലാഭിക്കാനും കൂടിയായിട്ട് നമ്മൾ 14 ഇഞ്ച് വീതിയിലാണ് തുണി മടക്കിയിടുന്നത്. എന്നിട്ട് നമുക്ക് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുക. ഇറക്കം മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ കൂട്ടിയിട്ട് വേണം. ഇപ്പോൾ 20 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ 23 നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ കണക്ക്. ഇപ്പോൾ ഇറക്കം നമുക്ക് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും എത്ര വേണം അതനുസരിച്ച്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഇറക്കമല്ല, നമുക്ക് അടിയിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇറക്കത്തിൻ്റെ ഇത് കറക്റ്റ് ചെയ്തോണം. ഇതിപ്പോൾ നോർമലായിട്ട് നമ്മൾ സാധാരണ അടിവശം അടിച്ചിടുന്ന രീതിയിലാണ് ഞാൻ 3 ഇഞ്ച് ഇറക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുണി നമ്മൾ 14 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തുണി മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ തുണി ഒന്നാണ് മടക്കുന്നത്. അതായത് നമ്മൾ നോർമലി മടക്കുന്നത് ഇതേപോലെ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് 12 ഇഞ്ച് വീതിയിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യും. നമ്മൾ 14 ഇഞ്ചിന് തുണി മടക്കിയിട്ട് 12 ഇഞ്ച് വീതിയിൽ ജസ്റ്റ് നമ്മുടെ ആ ഇറക്കത്തിൻ്റെ, അതായത് നമ്മുടെ ബെൽറ്റ് തുടങ്ങുന്ന ഇവിടുന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ 12 ഇഞ്ച് വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഇത് 12 എന്നൊക്കെ പറയുന്ന റെഡി അളവ് തന്നെയാണ്. ഇപ്പോൾ എക്സൽ, ലാർജ്, സ്മോൾ ഒക്കെ ആയാലും ഇത് തന്നെ മതി. എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് 14 ഇഞ്ച് നമ്മളൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് 16 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. താഴത്തേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക് 16 ഇഞ്ച്. ഇവിടുന്ന് താഴത്തേക്ക് 16 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത്. എന്നിട്ട് ഈ 14 ഇഞ്ച് നമ്മൾ തുണി 14 ഇഞ്ചിനല്ലേ മടക്കിയിരിക്കുന്നത്, അത് ഫുള്ളായിട്ട് നമ്മൾ വരച്ചെടുക്കുക. ആ 2 ഇഞ്ചിനാണ്, 2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ആ കർവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ക്രോച്ച് ഭാഗമാണ്. അപ്പോൾ ഇതൊന്ന് കർവ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. കർവ് നമ്മൾ ജസ്റ്റ് ഒരു കർവ് കൊടുക്കുക, കൈക്കുഴിക്കൊക്കെ കർവ് കൊടുക്കുന്ന പോലെ നമ്മളൊന്ന് കർവ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ 14 ഇഞ്ച് വീതിയിൽ തുണി മടക്കിയിട്ട് മുകളിൽ 12 ഇഞ്ച് വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ താഴത്തേക്ക് 16 ഇഞ്ച് ഇറക്കത്തിനാണ് നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു ലൈൻ വരയ്ക്കുന്നത്. എന്നിട്ട് അത് കറക്റ്റായിട്ട് 2 ഇഞ്ച് വീതിയിലും കുറച്ചും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ 14 ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ വീതി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ആ ഒരു ക്രോച്ച് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മളിത് ആ ഒരു സെൻറ്റർ, അതായത് 14ൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച് വരുമല്ലോ, ആ ഒരു സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അടിവശം ഉണ്ടല്ലോ, ആ അടിവശത്തിൽ നമ്മളതിൻ്റെ സെൻറ്റർ, അതായത് 7 ഇഞ്ച് ഒന്ന് കണക്കാക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ടേപ്പ് ഒന്ന് പിടിച്ച് വെച്ച് നോക്കിയാൽ മതി. അല്ല, ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് വരച്ചെടുക്കണമെങ്കിൽ ഒന്ന് വരച്ചെടുക്കാം. ടേപ്പ് വയ്ക്കുമ്പോൾ തന്നെ അറിയാം അത് വളവുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്നിട്ട് നമ്മളിതായിപ്പം ഞാൻ 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 3.5 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. എത്ര സൈസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 ഇഞ്ചൊക്കെ എടുത്താൽ മതി. 3.5 എടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഒന്ന് ചെയ്യാമെന്നുള്ള ഇതിലാണ് ഞാൻ 3.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3.5, ഞാനിപ്പോൾ 3.5 എടുത്തു, അല്ലെങ്കിൽ ഒരു 3 എടുത്താൽ മതി. അപ്പോൾ 2 സൈഡിലേക്കും കറക്റ്റായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ, അപ്പോൾ ഈ വരയെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിൽ മടക്ക് വശമുണ്ടല്ലോ, അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ വരയെ കൂടെ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി ബാക്ക് സൈഡിൻ്റെ കട്ടിങ്ങാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ക്രോച്ചിൻ്റെ ലെങ്ത്, അതായത് നമ്മൾ മുകളിൽ നിന്ന് 16 ഇഞ്ചാണ് ഇറക്കം നമ്മൾ എടുത്തത്. അപ്പോൾ 16 നോർമലാണ്, കറക്റ്റായിട്ട് വരും. ഇനി ഒരുപാട് ഹൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്കതൊരു 16 എന്നുള്ളത് 17 ആക്കാം. ഇനി ഇത്തിരി ഹൈറ്റ് തീരെ കുറവൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു 15, 14 നമുക്ക് എടുക്കാം കേട്ടോ. തീരെ ഹൈറ്റ് കുറവൊക്കെ ആണെങ്കിൽ ഒരു 14 എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ നേരത്തെ മടക്കിയതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മീതേക്ക് ഫ്രണ്ട് പീസ് മടക്കിയിട്ടുണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് പീസ്, നമ്മൾ ഫ്രണ്ട് പീസ് 14 ഇഞ്ച് വീതിയിലാണ് നമ്മൾ മടക്കിയത് ഫ്രണ്ട് പീസ്. അപ്പോൾ ബാക്ക് പീസ് മടക്കുമ്പോഴത്തേക്ക് ഒരു 16, 16.5 ഇഞ്ച് വീതിയിൽ വേണം തുണി മടക്കിയിടാൻ. എന്നിട്ട് വേണം ഫ്രണ്ട് പീസ് ഇതേപോലെ കൊണ്ടുവയ്ക്കാനായിട്ട്. അതായത് ഈ ക്രോച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ സൈഡിൽ നമുക്ക് ഫുള്ളായിട്ട് ഒരു 2, 2.5 ഇഞ്ച് വീതി നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും നമ്മുടെ ആ ഒരു ഫിറ്റിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ ഒരു 2, 2.5 ഇഞ്ച്, ഇപ്പം 2 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ 2 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 2.5 നല്ല വണ്ണം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു 2.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിന് വെച്ചിട്ട് കണ്ടല്ലോ, ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്.
ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിനേക്കാൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് അളന്ന് ടേപ്പ് വെച്ചിട്ട് അളന്നിട്ട് വേണം നമ്മൾ ഈ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ നമ്മുടെ ഇത് മാറ്റിയിട്ടുണ്ട്, കണ്ടോ? ഇത് ഫ്രണ്ട് പീസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി വരുമ്പോഴത്തേക്ക് ആ ഹിപ്പിൻ്റെ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇതാ ഇതേപോലെ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വരയിൽ കൂടിയാണ് നമ്മളിനി വെട്ടിയെടുക്കുന്നത്. ആ ഹിപ്പിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്ക് ഇതാ ഇതേപോലെ നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അത് നമുക്കിതാ ഒരു കോണിപ്പ് പോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടത് ഇതേപോലെ ഒരു കോണിപ്പ് പോലെ നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് നോർമലായിട്ട് നമ്മളിതാ ഇത് കണ്ട ഇതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക, എന്നിട്ട് താഴത്തേക്ക് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ വരച്ച വരയിൽ കൂടെ നമ്മളിനി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കോണിപ്പ് കൊടുക്കുന്നത് നമ്മുടെ പോർഷൻ ബാക്കിൽ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ആ ഒന്ന് കറക്റ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ബാക്ക് പോർഷൻ ഇറങ്ങി വരും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഇറക്കം ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് പോർഷൻ്റെയും കട്ടിങ് നമ്മുടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെയാണ് നമുക്ക് ആദ്യത്തെ ഒരു ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ പാൻറ്റൊക്കെ തയ്ക്കുന്നതിൽ വളരെ എളുപ്പമാണ്. അതാ ഇതേപോലെ സ്റ്റിച്ചിങ് വരുമ്പോഴത്തേക്കും നമ്മളിതാ 2ൻ്റെയും ക്രോച്ച്, അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വെട്ടി മാറ്റിയത് 2 പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ആ 2 പീസും നമ്മൾ ഉതിർത്തെടുക്കേണ്ട കാര്യമില്ല. ഇതാ എന്നിട്ട് ആ 2 പീസും അതേപോലെ തന്നെ വെച്ചിട്ട് നിവർത്തുക പോലും വേണ്ട, അതേപോലെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ ക്രോച്ച് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെയും നമ്മൾ ആ ക്രോച്ച് പോർഷൻ ഒന്ന് അടിച്ചെടുക്കണം. ക്രോച്ച് പോർഷൻ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് നിവർത്തിയിട്ടിട്ട് ഇതേപോലെ നമ്മൾ ക്രോച്ച് പോർഷൻ ഒന്ന് അടിച്ചെടുക്കുക. ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം കേട്ടോ. എന്നിട്ട് വേണം അത് സെറ്റായിട്ടിരിക്കണം, അല്ലാണ്ട് കയറി ഇറങ്ങി അങ്ങനെ ഇരിക്കരുത്. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഒന്ന് ക്രോച്ച് പോർഷൻ അടിച്ചെടുക്കുക. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 2ൻ്റെ നിവർത്തിയിടുമ്പോൾ നല്ല വശവും കൂടെ ഒരേപോലെ വെച്ചിട്ട് ഇതേപോലെ നിവർത്തിയിടുക. എന്നിട്ട് നമ്മുടെ ആദ്യമേ സൈഡ് നമ്മളൊന്ന് അടിച്ചെടുക്കുക. അതേപോലെ തന്നെ അടിവശം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് അത് അടിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. എന്നിട്ട് നമ്മുടെ 2 സൈഡും നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇറങ്ങി ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാണ്ട് അത് കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് അടിച്ചാൽ മതി. ഇനി വെട്ടിക്കളയിലൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നതാണ്. അടിഭാഗം അടിച്ച് ബെൽറ്റിൻ്റെ പോർഷൻ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ബെൽറ്റിനുള്ള എന്താ പറയുക ഇലാസ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി മൊത്തത്തിൽ തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.